നമസ്കാരം. മോണിക്ക തോൺ എന്ന ഒരു സാഹിത്യകാരിയുടെ വിഖ്യാതമായ ഒരു ഏകാംഗ നാടകമാണ് ദി കിങ് ഹൂ ലിംഡ്, മുടന്തി നടന്ന രാജാവ് എന്നാണ് ആ ഏകാംഗ നാടകത്തിൻ്റെ പേര്. ഒരു സാങ്കല്പിക കഥയാണത്. അന്നോളം കാണാത്ത ഒരു രാജാവിനുമായിട്ട് ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ പ്രധാനമന്ത്രിയുണ്ട്, ചാൻസലർ ഉണ്ട്, പ്രഥമ വനിതയുണ്ട്, കോർട്ടിയർ എന്ന് പറയുന്ന രാജഭൃത്യനുണ്ട്, ലേഡീസ് ഇൻ വെയിറ്റിംഗ് എന്ന് പറയുന്ന പരിചാരികമാരുണ്ട്. രാജാവ് എഴുന്നള്ളിയപ്പോഴാകട്ടെ അത് എല്ലാവർക്കും അമ്പരപ്പാണ് ഉളവായത്. കാരണം രാജാവ് മുടന്തിയാണ് നടക്കുന്നത്. അപ്പോൾ രാജാവിൻ്റെ പ്രീതി പിടിച്ചു പറ്റുവാനായുള്ള ശ്രമമാണ് പിന്നീട് അവിടെയുള്ള ഏതാണ്ട് എല്ലാവരും കാണിക്കുന്നത്. രാജാവിൻ്റെ അടുക്കൽ പ്രധാനമന്ത്രിയാവട്ടെ, ചാൻസലറാവട്ടെ, പ്രഥമ വനിതയാവട്ടെ ചെല്ലുന്നത് മുടന്തിക്കൊണ്ടാണ്. രാജാവ് അത് വീക്ഷിക്കുന്നുണ്ട്. പക്ഷേ പരിചാരകമാരോ അല്ലെങ്കിൽ അതുപോലെ മുൻപ് പറഞ്ഞ കോർട്ടിയർ എന്ന് പറഞ്ഞ രാജഭൃത്യനോ അങ്ങനെ രാജാവിനെ പ്രീണിപ്പിക്കാൻ തയ്യാറാവുന്നില്ല. അതും രാജാവ് വീക്ഷിക്കുന്നുണ്ട്. രാജാവ് അവിടെ കാലാവസ്ഥയ്ക്ക് വിരുദ്ധമായ ഒരു തൊപ്പി ധരിച്ചിട്ടുണ്ട്. ബൗളർ ഹാറ്റ് എന്നാണ് അതിൻ്റെ പേര്. അവിടെ ഒരു മഴ പെയ്യുന്ന കാലാവസ്ഥയാണ്, വേനൽക്കാലത്ത് മാത്രം ധരിക്കുന്ന തൊപ്പിയാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. അപ്പോൾ രാജാവിനെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി മാത്രം ഈ ചാൻസലറാവട്ടെ, പ്രധാനമന്ത്രിയാവട്ടെ, പ്രഥമ വനിതയാവട്ടെ തലപ്പാവ് ഊരി വെച്ചേച്ച് തങ്ങളുടെ ഭൃത്യന്മാരോട് ബൗളർ ഹാറ്റ് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും അത് ധരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ രാജാവിനെ അന്ധമായി അനുകരിക്കുകയാണ് അവിടെയുള്ള ഏതാണ്ട് എല്ലാവരും. രാജാവ് അത് വീക്ഷിക്കുന്നുമുണ്ട്. രാജാവിനെ അനുകരിക്കാൻ കൂട്ടാക്കാത്ത ആ കോർട്ടിയറും ആ ലേഡീസ് ഇൻ വെയിറ്റിംഗ് എന്ന് പറയുന്ന പരിചാരകന്മാരും അവരും രാജാവാൽ വീക്ഷിക്കപ്പെടുന്നുണ്ട്. നാടകാന്ത്യത്തിൽ രാജാവ് തന്നെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ച ആളുകളോട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. രാജാവ് പറയും, യു ലിംഡ് ബിക്കോസ് ഐ ലിംഡ്. നിങ്ങൾ ഞൊണ്ടി നടന്നു, ഞാൻ ഞൊണ്ടി നടന്നതുകൊണ്ട്. യു വോർ എ ബൗളർ ഹാറ്റ് ബിക്കോസ് ഐ വോർ വൺ. നിങ്ങൾ ഒരു ബൗളർ തൊപ്പി ധരിച്ചു, ഞാൻ ഒരു ബൗളർ തൊപ്പി ധരിച്ചതുകൊണ്ട്. മഴ പെയ്യുകയായിരുന്നു, എന്നിട്ടും നിങ്ങൾ പറഞ്ഞു ഇത് ഒരു പ്രസന്നമായ ദിനമാണെന്ന്, ഇത് ഒരു പ്രസന്നമായ ദിനമാണെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ അന്ധമായി അനുകരിച്ചു. യു ആർ വാട്ട് ഈസ് പൊലൈറ്റ്ലി കോൾഡ് സിക്കഫിൻസ് എന്ന, നിങ്ങളെയാണ് സവിനയം പാദസേവകർ എന്ന് വിളിക്കേണ്ടത് എന്ന്. അപ്പോൾ അവിടെ ഈ അദ്ദേഹത്തെ അന്ധമായി അനുകരിക്കാൻ ശ്രമിച്ച പ്രൈം മിനിസ്റ്ററെയും ചാൻസലറെയും പ്രഥമ വനിതയും അദ്ദേഹം അവിടെ നിന്ന് പുറത്താക്കുകയും തൽസ്ഥാനത്ത് സ്വാഭാവികമായി പെരുമാറിയ, അഭിമാനത്തോടു കൂടി പെരുമാറിയ, സ്വാഭിമാനം വെച്ച് പുലർത്തിക്കൊണ്ട് പെരുമാറിയ ആ ലേഡീസ് ഇൻ വെയിറ്റിംഗ് എന്ന് പറയുന്ന പരിചാരികമാരെയും അതുപോലെ ഈ രാജഭൃത്യന്മാരെയും അദ്ദേഹം തൽസ്ഥാനത്ത് വാഴിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ മന്നവേന്ദ്ര വിളങ്ങുന്നു തുടങ്ങിയ വരികളിൽ ആകൃഷ്ടനാവാത്ത രാജാക്കന്മാരും ഭരണാധികാരികളും നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അവർ തുലവും വിരളമാണ്. ബൈബിളിൽ ഒരു രാജാവുണ്ട്, ഒരു ചപലചിത്തനായ രാജാവുണ്ട്, ഹേരോദ് രാജാവ്. സ്നാപക യോഹന്നാൻ്റെ വധത്തിലേക്ക് നയിച്ച പല അരുതാത്ത സംഗതികളും അദ്ദേഹം ചെയ്തു കൂട്ടുന്നുണ്ടല്ലോ ഭാര്യയുടെ ചൊൽപ്പടിക്ക് അനുസരിച്ച് ജീവിച്ചുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്രം പ്രൊഫസർ വി സി ദേവസ്യ സാറ് ക്രിസ്തുഭാഗവതം എന്ന തൻ്റെ കാവ്യത്തിൽ മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ബൈബിളും ഇതര കൃതികളും അവലംബിച്ചെഴുതിയ ക്രിസ്തുഭാഗവതം എന്ന തൻ്റെ മഹാകാവ്യത്തിൽ സ്നാപക യോഹനസ്യ വധഃ എന്നു പേരായ സർഗമാണല്ലോ നാം ഏതാനും എപ്പിസോഡുകളായിട്ട് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുഡ്നസ് ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ഭർഗോ ദേവസ്യ ധീമഹി എന്ന് പേരിട്ട് വിളിക്കുന്ന ക്രിസ്തുഭാഗവത ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്നത്തെയും പോലെ ഇന്നും നമുക്കൊപ്പം സണ്ണിയച്ചനുണ്ട്. ദേവസ്യ സാറിൻ്റെ ശിഷ്യനും സുഹൃത്തും സംസ്കൃത ഭാഷാസ്നേഹിയും എൻ്റെ മാന്യ സുഹൃത്തും ആയ സണ്ണി കുരുവിള മണിയാക്കുപാറ എന്ന സണ്ണിയച്ചനെ ഹാർദമായി ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്രിസ്തുഭാഗവതത്തിലെ തിരഞ്ഞെടുത്ത ശ്ലോകങ്ങൾ ഗാനാത്മകമായി പാടിത്തരാൻ അതുല്യ രാജേഷ് എന്ന 10ാം തരം വിദ്യാർത്ഥി നമുക്കൊപ്പമുണ്ട്. അതുല്യയെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
അച്ഛാ, നമ്മൾ ഇന്നും പതിവ് തെറ്റിച്ചില്ല. നമ്മൾ ദ കിങ് ഹൂ ലിംഡ് എന്നൊരു ഏകാംഗ നാടകം, അത് നമ്മുടെ ഹയർ സെക്കൻഡറിക്കാരൊക്കെ പഠിച്ചിരുന്നു. പണ്ടത്തെ പാഠപുസ്തകത്തിൽ, ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ പഠിച്ചിരുന്ന ഒരു ഏകാംഗ നാടകമാണ്. അത് ഓർത്തു. കാരണം നമ്മളിവിടെ ഒരു ഹേരോദ് രാജാവിൻ്റെ കഥയാണല്ലോ നമ്മൾ പഠിച്ചു വരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവ ചിത്രീകരണം വളരെ മനോഹരമായിട്ടാണ് ദേവസ്യ സാറ് ഈ പ്രസ്തുത സർഗത്തിൽ ചെയ്തു വരുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഭാഗം എവിടെയാണെന്ന് വെച്ചാൽ, ഇവിടെ ശലോമി തൻ്റെ നൃത്തം കൊണ്ട് ഏവരെയും അവൾ മയക്കിക്കളഞ്ഞു. അവിടെ ഈ ചഞ്ചലചിത്തനായ ഹേരോദ രാജാവ് മദ്യാസക്തനുമാണ്, നൃത്തത്തിലും മയങ്ങി. അപ്പോൾ എന്തും തരാമെന്ന് വാഗ്ദാനം നടത്തുന്നു. അപ്പോൾ അവിടെ ശലോമി ആവശ്യപ്പെടുന്നത് എന്താണ്? തനിക്ക് ആവശ്യമൊന്നുമില്ല, പക്ഷേ തൻ്റെ അമ്മയ്ക്കൊരു ആവശ്യമുണ്ട്. അവൾ അമ്മയോട് ചെന്ന് ചോദിക്കുകയാണ്. അമ്മയ്ക്ക് ഒരു സംശയവുമില്ല എന്താണ് ആവശ്യപ്പെടേണ്ടത് എന്ന്. അവളുടെ ഇംഗിതമനുസരിച്ച് മകൾ അത് തൻ്റെ ആവശ്യമായിട്ട് പറയുകയാണ്. യോഹന്നാൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് വേഗത്തിൽ തരൂ എന്ന്. അതായത് യോഹന്നാനെ ശിരച്ഛേദം ചെയ്ത് ആ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് നൽകൂവെന്ന് പുഞ്ചിരിയിട്ടുകൊണ്ട് പറയുന്നു എന്ന് പറയുന്നൊരു ശ്ലോകമാണ് തൊട്ടടുത്തത്. നമ്മളതിലേക്ക് കടക്കുകയാണ്. 25-ാമത്തെ ശ്ലോകമാണ്. പ്രഭു തൂർണം ഭവാൻ പാത്രേ എന്ന് ആരംഭിക്കുന്ന ശ്ലോകം അതുല്യ നമുക്കായിട്ട് ആലപിച്ചു തരും. പ്രഭോ തൂർണം ഭവാൻ പാത്രേ മസ്തകം സ്നാപകസ്യ തത് മഹ്യം ദദാത്വിയം വാഞ്ചാ മമൈവം സസ്മിതാവദത്. ഇവിടെ പുഞ്ചിരിയിട്ട് കൊണ്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്. സസ്മിത അവദത് അങ്ങനെയുണ്ടോ ബൈബിളിൽ? അങ്ങനെ പറയുന്നില്ല, പുഞ്ചിരി ഇല്ല ഇല്ല ഇല്ല. പക്ഷേ ഇവിടെ അസ്ഥാനത്തല്ല. ആ പെൺകുട്ടി എനിക്ക് ഒരു നിറപ്പകിട്ടാർന്ന വസ്ത്രം വേണമെന്നോ എനിക്ക് മിഠായി വേണമെന്നോ മറ്റോ പറയും പോലെ ആണ് എനിക്ക് സ്നാപകൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് വേഗം കിട്ടണം, വേഗം കൊണ്ടു തരൂ എന്നത് പുഞ്ചിരിയിട്ട് കൊണ്ട് പറഞ്ഞു. അതാണ് ശ്ലോകം. അത് നമുക്കൊന്ന് ചർച്ച ചെയ്യാൻ വെച്ചാൽ, പ്രഭോ എന്നാണ് വിളിക്കുന്നത്, തിരുമേനി എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ ദദാതു എന്നാണ്, തരൂ എന്നാണ് ഇവിടെ ക്രിയാപദം. അപ്പോൾ പാത്രേ സ്നാപകസ്യ തത് മസ്തകം മഹ്യം തൂർണം ദദാതു. സ്നാപകൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ച്, പാത്രേ ഒരു തളികയിൽ വെച്ച്, തൂർണം ദദാതു വേഗത്തിൽ തരൂ, അമാന്തിക്കേണ്ട, താമസിക്കരുത് എന്ന്. ഇയം മേ വാഞ്ച, ഇതാണ് എൻ്റെ ആഗ്രഹം. ഏവം സസ്മിതാവദത് എന്ന് അവൾ പുഞ്ചിരിയിട്ട് കൊണ്ട് പറഞ്ഞു. അതായത് കേൾക്കുന്നവർക്ക് തോന്നും ഇവൾ ആവശ്യപ്പെടുന്നത് കുറച്ച് മിഠായിയാണോ അല്ലെങ്കിൽ നിറപ്പക്കെട്ടാർന്ന വസ്ത്രമാണോ. അത്തരം ആവശ്യപ്പെടൽ നടത്തും പോലെയാണ് സ്നാപക യോഹന്നാൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് തരൂ എന്നതുപോലും അങ്ങനെ ലാഘവത്തോടു കൂടി പറയുകയാണ്. ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു ഭാവമാണ് അല്ലേ. അതായത് സ്നവയവനെ കൊല്ലുക എന്ന് മാത്രമല്ല, കൊന്നു കഴിഞ്ഞ് അപമാനിക്കുകയാണ്. അതെ, ഒരു തെളിവിന് വേണ്ടി ആ ശിരസ് തനിക്ക് വേണമെന്നായിരിക്കുമല്ലോ അമ്മ ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് മകൾ പുഞ്ചിരിയിട്ട് കൊണ്ട് അത് ആവശ്യം, തൻ്റെ ആവശ്യമായിട്ട് പിതാവിനോട് പറയുകയാണ്. മാത്രമല്ല, അമ്മയ്ക്ക് ഒരു മകളെ എത്രമാത്രം ചീത്തയാക്കാൻ പറ്റുമെന്നുള്ള അമ്മയെ പോലെ തന്നെ മകളും പെരുമാറുകയാണ് എന്ന്. ആ ഒരു ക്രൂരതയിൽ അവർക്ക് സമാനതയുണ്ട് എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. തുടർന്ന് കവി പറയും, അവിടെ ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഹേരോദ് രാജാവിന് യോഹന്നാനോട് പ്രത്യേക മമതയൊന്നുമില്ല. പക്ഷേ ആ ജനസമ്മതിയിൽ അദ്ദേഹത്തിന് ഒരു ഭീതി പോലും ചിലപ്പോൾ കാണുമായിരിക്കാം. അതെന്തുമാട്ടെ, എന്തായാലും അദ്ദേഹം ഇത് പ്രതീക്ഷിക്കുന്നില്ല. യോഹന്നാൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് തരൂ എന്നു മാത്രം എന്നയിടത്തോളം ഒരു ആഗ്രഹം അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ അദ്ദേഹം ഇടിവെട്ടേറ്റ ഒരു പച്ചില മരം പോലെ സ്തംഭിച്ചിരുന്നു പോയി എന്ന് പറയുന്ന ശ്ലോകമാണ് തൊട്ടടുത്തത്. വിദ്യുതോപഹതഃ സാലയിവ എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകവും അതുല്യ നമുക്കായിട്ട് ആലപിച്ചു തരും. വിദ്യുതോപഹതഃ സാലഃ ഇവ സ്തബ്ധോ ഭവൻ നൃപഃ മദിരാമദമുക്തശ്ച ശ്രുത്വാ നിഷ്ഠുരമർദ്ധനം. നോക്കുവച്ച നിഷ്ഠുരം അർത്ഥനം ശ്രുത്വ. അർത്ഥനമെന്ന് വെച്ചാൽ പ്രാർത്ഥനയാണ്, ആവശ്യപ്പെടലാണ്. അത് നിഷ്ഠുരമാണല്ലോ, ക്രൂരമാണല്ലോ. അപ്പോൾ അതിക്രൂരമായ ആ ആവശ്യപ്പെടൽ കേട്ടപ്പോൾ നൃപഃ വിദ്യുതഃ ഉപഹതഃ സാലഹ ഇവ,
അങ്ങനെയാണ് കവി വർണ്ണിക്കുന്നത്. അങ്ങനെയൊന്നും ബൈബിളിൽ ഇല്ല. സാലഹ ഇവ, പച്ചില മരം എന്ന പോലെയാണ്. ഇങ്ങനെയുള്ള പച്ചില മരം നേരത്തെ സൂചിപ്പിച്ച പോലെ സാറിന് ഒരു മഹാകവി എന്നുള്ള രീതിയിൽ സ്വാതന്ത്ര്യം കിട്ടിയ തീർച്ചയായും അതുകൊണ്ട് നല്ല ഉപമകൾ അത്തരമൊരു സർഗമാണിത്. അതെ അതെ. ഇപ്പോൾ വിദ്യുത ഉപതഹ സാലഹ ഇവ, വിദ്യുത്ത് എന്ന് വെച്ചാൽ മിന്നൽ പിണർ, ഇടിവാൾ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ വിദ്യുത ഉപഹതഹ, ഇടിവെട്ടേറ്റ എന്തുപോലെ പച്ചില മരം പോലെ അദ്ദേഹം സ്തബ്ധനായി പോയി, സ്തംഭിച്ചിരുന്നു പോയി. അപ്പോൾ തന്നെ ആ ലഹരിയൊക്കെ അകത്തുണ്ടല്ലോ, അപ്പോൾ കെട്ടിറങ്ങി എന്നല്ലേ നമ്മൾ പറയുക. അതുകൂടി അദ്ദേഹം പറയുന്നുണ്ട് കവി. മദിരാമുക്തഹാച്ച അഭവത്, ഈ ലഹരിയുടെ ആ ഒരു കെട്ടൊക്കെ ഇറങ്ങി അദ്ദേഹം മദിരാമുക്തനായി തീർന്നു. അപ്പോഴാണ് സ്വബോധമുണ്ടായത്, വിവേകമുണ്ടായത്, താൻ എന്ത് പ്രവർത്തിച്ചു പോയി എന്ന് അപ്പോഴാണ് അദ്ദേഹത്തിന് അല്പമെങ്കിലും ബോധമുണ്ടായത് എന്ന് പറയുന്നു. ഈ ഒരു ആവശ്യപ്പെടൽ കേട്ട ചരിത്രത്തിൽ പച്ചമരമായിട്ട് നിൽക്കേണ്ടത് ഉണക്കമരമായിട്ടാണ് നിൽക്കുന്നതാണ്. അതെ അതെ അതെ. അപ്പോൾ അച്ഛാ അവിടെ നോക്കൂ, വിരുദ്ധമായ രണ്ട് കർത്തവ്യങ്ങൾക്കിടയിൽപ്പെട്ട രാജാവ് കുഴങ്ങുകയാണ്. അവിടെ അപ്പോഴാണ് രാജാവിന് ഈ ലഹരിയുടെ കെട്ടിറങ്ങിയത്. വിവേകം അവിടെ വെച്ചു. അദ്ദേഹത്തിന് താൻ എന്താണ് ചെയ്തു കൂട്ടിയതെന്നൊരു ഞെട്ടലോടുകൂടി രാജാവ് ഓർക്കുകയാണ്. അപ്പോൾ മുമ്പിൽ രണ്ടു വിരുദ്ധമായ കർത്തവ്യങ്ങളാണ്. ഇതിൽ ഏതു ചെയ്യണം എന്നതിനെ ചൊല്ലി രാജാവ് ഉത്കണ്ഠാകുലനായി എന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അത് നമുക്കായിട്ട് അതുല്യ ആലപിച്ചു തരും. വിമൃശ്യ നിജ കർത്തവ്യം എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. വിമൃശ്യ നിജ കർത്തവ്യം സോഭൂത് കാര്യദ്വയാകുലഃ യദീന്ദ്രഹനനം ഘോരം വിഗേയാശബധച്യുതിഃ. നോക്കു വെച്ചാൽ കാര്യദ്വയാകുലഃ അഭൂത് എന്ന്. അപ്പോൾ രണ്ടു കർത്തവ്യങ്ങൾക്കിടയിൽപ്പെട്ട് കുഴങ്ങി. ആകുലഃ അഭൂത്, ആകുലത എന്ന് പറഞ്ഞാൽ ഒരു കുഴങ്ങലാണ്, കുഴപ്പം ആണ്. അപ്പോൾ ആകുലനായി തീർന്നു, കുഴങ്ങി എന്ന രണ്ട് വിരുദ്ധമായ കർത്തവ്യങ്ങൾക്കിടയിൽപ്പെട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വിമർശ്യ എന്നാണ്. അതിനെക്കുറിച്ച് പര്യാലോചന നടത്തിയപ്പോൾ, നിരൂപണം ചെയ്തപ്പോൾ അദ്ദേഹം കുഴങ്ങിപ്പോയി. ഏതൊക്കെയാണ് ആ രണ്ടു കർത്തവ്യങ്ങൾ? യതീന്ദ്ര ഹനനം, യതീന്ദ്രൻ എന്നാണ് ഇവിടെ യോഹന്നാനെ കവി വീണ്ടും വിളിക്കുന്നത്. ഇവിടെ മുനീന്ദ്രൻ എന്നൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ ഈ മുനിശ്രേഷ്ഠൻ എന്നാണ് യോഹന്നാനെ വീണ്ടും കവി വിളിക്കുന്നത്. ആ മുനീന്ദ്രനെ കൊല്ലുക എന്നത് അത് ഘോരമാണല്ലോ, അത് ഭയാനകമാണ്, ദാരുണമാണ്. പക്ഷെ അതും തൻ്റെ കർത്തവ്യങ്ങളിൽപ്പെടും. മറ്റത് വിഗേയ ശപഥച്യുതിഹി, ശപഥച്യുതിഹി എന്ന ശപഥം, താൻ ഒരു ശപഥം നടത്തി, താൻ ആണയിട്ടു, അതിൻ്റെ ച്യുതി നാശം, അതിൻ്റെ ലംഘനം, താൻ ചെയ്ത ആണയിടലുണ്ടല്ലോ, പ്രതിജ്ഞയുണ്ടല്ലോ, അതിൻ്റെ ലംഘനം. അതിന് വിശേഷണം വിഗേയ എന്നാണ് കവി നൽകുന്നത്. അത് വിഗേയ എന്ന് വെച്ചാൽ അകീർത്തികരമാണ്, അത് ദുഷ്കീർത്തികരമാണ്. അതായത് വിഗേയം, വി എന്നത് അവിടെ നെഗറ്റീവ് മീനിങ് ആണ്. അവിടെ നമ്മൾ ഗേയം എന്ന് പറയുമ്പോൾ അവിടെ പാടി പുകഴ്ത്തത്തക്കത് എന്നൊക്കെ നമ്മൾ പറയുന്ന നേർവിപരീതമായ വാക്കാണ് വിഗേയം എന്നത്. അവിടെ ദുഷ്കീർത്തികരമാണ്, അപകീർത്തികരമാണ്, അയശസ്കരമാണ്. എന്തോന്ന്? ഈ ശപഥച്യുതി, താൻ നടത്തിയ പ്രതിജ്ഞ, പൗരപ്രമുഖരുടെ മുന്നിൽ വെച്ച് എന്തും നൽകാം എന്നൊരു പ്രതിജ്ഞ താൻ നടത്തിയല്ലോ, അതിൻ്റെ ഉല്ലംഘനം, അത് തനിക്ക് അയശസ്കരമായേ തീരൂ, അത് അപകീർത്തികരമാണ്. ഇങ്ങനെ രണ്ടു കർത്തവ്യങ്ങൾക്കിടയിൽപ്പെട്ട് അദ്ദേഹം കുഴങ്ങിപ്പോയി എന്ന കവി വർണ്ണിക്കുന്നതാണ്. അപ്പോൾ വളരെ വിശദമായിട്ട് ഇങ്ങനെ വർണ്ണിച്ചു വരികയാണല്ലേ അച്ഛാ. ബൈബിളിലാണെങ്കിൽ വളരെ സംക്ഷിപ്തമായിട്ടേ ഉള്ളൂ, സംക്ഷിപ്തമായിട്ട് മാത്രമാണുള്ളത്. അതുപോലെ തന്നെ ഇത് ഈ മഹാകാവ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോഴേ ഇതിന് വേറൊരു പ്രസക്തിയുണ്ട്. ക്രിസ്തുവിൻ്റെ മരണത്തിലേക്കാണല്ലോ അവസാനം ഈ മഹാകാവ്യം ചെല്ലുന്നത്, ഉയർപ്പൊക്കെയാണല്ലോ. അപ്പം സ്നാപകയോഹന്നാൻ്റെ ആ വധം എന്ന് പറയുന്നത് പിന്നീട് ക്രിസ്തുവിൻ്റെ വധം, അതിൻ്റെ ഒരു മുന്നോടിയായിട്ടും കൂടെ നമുക്ക്, കാരണം ക്രിസ്തുവിന് മുന്നോടിയായിട്ടാണല്ലോ സ്നാപകയോഹന്നാൻ വന്നത്. മാത്രമല്ല ഈ മരുഭൂമിയിലെ ഗർജിതം എന്ന് പറഞ്ഞ ഈ പുസ്തകത്തിൻ്റെ അകത്ത് സാർ ഇത് രചിച്ചതിന് ശേഷം 1977 രചിച്ചതിന് ശേഷം 6 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് രചിച്ചിരിക്കുന്നത്, മരുഭൂമിയിലെ ഗർജിതം. അപ്പം ഇതിൻ്റെ ഉപോദ്ഘാതത്തിൽ മഹാകവി ഡോക്ടർ MP അപ്പൻ പറയുന്നുണ്ട്, ഈ മഹാകാവ്യവും ഇതും തമ്മിലൊരു ആന്തരിക ബന്ധമുണ്ട്. കാരണം ഇത് ക്രിസ്തുവിൻ്റെ മരണവും ജീവിതവും ഒക്കെ ആയിട്ട് സ്നാപകയോഹന്നാൻ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് വാസ്തവത്തിൽ കാണിക്കുന്നത്. മാത്രമല്ല സാറിന് ഈ സ്നാപകയോഹന്നാനെ കുറിച്ച് വീണ്ടൊരു ഖണ്ഡകാവ്യം എഴുതാനായിട്ടൊരു കാരണം എനിക്ക് തോന്നുന്നത്, ഈ ഭാരതീയ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഭാരതീയ മഹാമുനിമാരുടെ വലിയ തപശ്ചര്യയുള്ള മുനിമാരോടൊപ്പം നിർത്താൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ സ്നാപകയോഹന്നാൻ. ഈ പുസ്തകത്തിൻ്റെ ഈ പുറകുഭാഗത്ത്
ജിയോവാനി പപ്പിനിയുടെ ഒരു കൊട്ടേഷൻ സാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മനഃപൂർവ്വം കൊടുത്തിരിക്കുന്നതാണ്. സാറിനെ ആകർഷിച്ച ഒരു വ്യക്തിത്വമാണ് ജോൺ ബാപ്റ്റിസ്റ്റിനെ കുറിച്ച് ഒരു നഖചിത്രമാണ് വാസ്തവത്തിൽ ജിയോവാനി പപ്പീനി. അത് ഞാൻ കുറച്ച് ഭാഗം ഒന്ന് വായിക്കുകയാണ്, കാരണം വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ജോൺസ് ഫിഗർ വാസ് വൺ ടു കോൺകർ ഇമാജിനേഷൻ. നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു വ്യക്തിത്വമാണ്. എ ചൈൽഡ് സ്പ്രങ് ബൈ എ മിറക്കിൾ ഫ്രം പേരൻസ് ഓഫ് ഗ്രേറ്റ് ഏജ്. പ്രായം ചെന്നവരിൽ നിന്നുണ്ടായ ഒരു അത്ഭുതമാണ്. ഹി വാസ് സെറ്റ് അപ്പാർട്ട് ഫ്രം ഹിസ് ബർത്ത് ടു ബി നാസിർ പ്യുവർ. അങ്ങനെ നാസിർ വ്രതക്കാരനായിട്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ മാറ്റപ്പെട്ടയാളാണ്. ഹി ഹാഡ് നെവർ കട്ട് ഹിസ് ഹെയർ. ഈ വ്രതത്തിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും മുടി കട്ട് ചെയ്തിരുന്നില്ല. ഹാഡ് നെവർ ടേസ്റ്റഡ് വൈൻ ഓർ സൈഡർ. മദ്യം തൊട്ടിട്ടില്ല. ഹാഡ് നെവർ ടച്ച്ഡ് എ വുമൺ നോർ നോൺ എനി ലവ് എക്സെപ്റ്റ് ദാറ്റ് ഫോർ ഗോഡ്. ഒരു സ്ത്രീയെ സ്പർശിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ദൈവസ്നേഹം ഒഴികെ ഒരു സ്നേഹത്തെ അറിഞ്ഞിട്ട് പോയി. വൈൽ ഹി വാസ് സ്റ്റിൽ യങ് ഹി ഹാഡ് ലെഫ്റ്റ് ഹിസ് പേരൻസ് ഹോം. ചെറുപ്പത്തിലെ തന്നെ വീട് വിട്ടുപോയി. ആൻഡ് ബറീഡ് ഹിംസെൽഫ് ഇൻ ദ ഡെസേർട്ട്. മണലാരണ്യത്തിലാണ് താമസിച്ചത്. അപ്പോൾ അത്രമാത്രം കഠിനമായ ഒരു ജീവിതമാണ് നയിച്ചത്. ദെയർ ഹി ലിവ്ഡ് ഫോർ മെനി ഇയേഴ്സ് അലോൺ. തനിച്ചുള്ള ജീവിതം. വിതൗട്ട് എ ഹൗസ്, വീടില്ല. വിതൗട്ട് എ ടെൻറ്റ്, കുടില് പോലുമില്ല. വിതൗട്ട് സെർവൻസ്, വേലക്കാരില്ല. വിത്ത് നത്തിങ് ഓഫ് ഹിസ് ഓൺ, ഒന്നും സ്വന്തമായിട്ടില്ല. എക്സെപ്റ്റ് വാട്ട് ഹി ഹാഡ് ഓൺ ഹിസ് ബാഗ്. പുറത്ത് കൊണ്ടാകുന്ന സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റാപ്ഡ് ഇൻ ഹിസ് ക്യാമൽ സ്കിൻ, ഹിസ് ഫ്ലാങ്ക് ഗേർട്ട് ബൈ എ ലെതർ ബെൽറ്റ്. ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച്, അരപ്പട്ട തോൽവാറും കൊണ്ട് അരപ്പട്ടം ധരിച്ച്, പൊക്കം ഉണ്ടായ ടോൾ ബോണി, അങ്ങനെ ശോഷിച്ച ശരീരം. ബേക്ക്ഡ് ബൈ ദി സൺ, ഇപ്പോൾ സൂര്യാഘാതമേറ്റ് കരിഞ്ഞ ശരീരം. ഹിസ് ചെസ്റ്റ് ഹെയറി, രോമാവൃതമായ മാറിടം. ഹിസ് ഹെയർ ഹാങ്ങിങ് ലോങ് ഓൺ ഹിസ് ഷോൾഡേഴ്സ്, ഇങ്ങനെ തോളുവരെ തൂങ്ങിക്കിടക്കുന്ന സമൃദ്ധമായ മുടി. ഹിസ് ലോങ് ബിയേർഡ് ഓൾമോസ്റ്റ് കവർ ഹിസ് ഹോൾ ഫേസ്, മുഖം മൊത്തം മൂടുന്ന രീതിയിലുള്ള അത്ര നിബിഡമായിട്ടുള്ള താടിമീശ. ഹിസ് പിയേഴ്സിങ് ഐസ് ഫ്ലാഷ് ലൈക്ക് ലൈറ്റനിങ് ഫ്രം അണ്ടർ ഹിസ് ബുഷി ഐബ്രോസ്. അദ്ദേഹത്തിൻ്റെ കുറ്റിക്കാട് പോലെയുള്ള അദ്ദേഹത്തിൻ്റെ പുരുകത്തിൻ്റെ അടിയിലുള്ള കണ്ണുകൾ ആഴ്ന്നിറങ്ങുന്ന കണ്ണുകളായിരുന്നു. പിയേഴ്സിങ് ഐസ് എന്നാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഫ്രം അണ്ടർ ഹിസ് ഫുഷി ഐബ്രോസ് വെൻ ഫ്രം ഹിസ് മൗത്ത്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നല്ല, വദനത്തിൽ നിന്നും താടിമീശ കൊണ്ട് കവർ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്നും വരുന്ന എന്താണ്? ബെസ്റ്റ് ഔട്ട് ട്രമെൻഡസ് വേർഡ്സ് ഓഫ് ഹിസ് മാലഡിക്ഷൻസ്. വളരെ അതിശക്തമായ വാക്കുകളാണ് ക്രോധത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപങ്ങളെയല്ല, അല്ലെങ്കിൽ അധർമ്മങ്ങളെ ശപിക്കുന്ന വലിയ ശക്തമായ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ വദനത്തിൽ നിന്നും പുറപ്പെട്ടത്. അപ്പം അങ്ങനെ ഒരു നഖചിത്രം ഇതിൻ്റെ അകത്ത്, ഈ ചിത്രത്തിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഭാരതീയ പശ്ചാത്തലത്തിൽ വലിയ വരിയന്മാരുടെ കൂട്ടത്തിലാണ് സാറ് ഈ സ്നാപകനെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ക്രിസ്തുഭാഗവതത്തിന് 2 സർഗമുണ്ട്. കൂടാതെ അതിനുശേഷം ഒരു ഖണ്ഡകാവ്യം പോലും എഴുതാൻ മാത്രം അദ്ദേഹത്തെ ഹൃദയത്തെ ആഴമായിട്ട് സ്പർശിച്ച ഒരു മരുഭൂമിയിലെ ഗർജിതം തന്നെയാണ് തീർച്ചയായും. അപ്പോൾ അച്ഛാ, അദ്ദേഹം എന്താണ് അവസാനം തീരുമാനിക്കുന്നത്? താൻ ശപഥം എങ്ങനെയെങ്കിലും നിറവേറ്റുകയും മതിയാകൂ. കാരണം പൗരപ്രമുഖരുടെ മുന്നിൽ വെച്ച് നടത്തിയ ഒരു ആണയിടലാണ്. അതിനെക്കുറിച്ചാണ് അടുത്ത ശ്ലോകം പറയുന്നത്. സമക്ഷം പൗരമുഖ്യാനാം എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകം, അതും നമുക്കായിട്ട് അതുല്യ ആലപിച്ചു തരും. സമക്ഷം പൗരമുഖ്യാനാം ശപഥം സഹസാ കൃതം കഥം ചിദപി സംരക്ഷ്യം മേനേ മാനീ നൃപോന്തതഃ. ഇവിടെ മേനെ എന്നാണ് ക്രിയാപദം. തീരുമാനിച്ചു വന്ന ആര്? നൃപ്പൻ. ഒരു വിശേഷണമുണ്ട്, മാനി എന്ന, അഭിമാനിയായ രാജാവ്. അപ്പോൾ തൻ്റെ നടപടി അയശസ്കരമാവാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയുള്ള രാജാവ് അവസാനം തീരുമാനിക്കുകയാണ് താൻ നടത്തിയ പ്രതിജ്ഞ നിറവേറ്റുകയേ മതിയാകൂ. അത് ആ ശപഥം നിറവേറ്റുകയേ മതിയാകൂ. അത് ഇത്തരം ശപഥമാണ്. പൗരമുഖ്യാനാം സമക്ഷം സഹസാകൃതം ശപഥം. പൗരപ്രമുഖരുടെ മുന്നിൽ വെച്ച് പെട്ടെന്ന് പൊടുന്നനവേ ചെയ്തു പോയ ഒരു ശപഥമാണ്. എങ്കിൽ പോലും സഹസ എന്ന വാക്കാണ് പ്രയോഗിച്ചിരിക്കുന്നത്. പൊടുന്നനവേ ഓർക്കാതെ കണ്ട് ചെയ്തു പോയ ശപഥമാണെങ്കിലും അത് നിറവേറ്റിയേ മതിയാകുമെന്ന് തീരുമാനിക്കുകയാണ്. പക്ഷേ അത് എളുപ്പമല്ല അത് നിറവേറ്റുന്നത്. അതുകൊണ്ട് കഥഞ്ചിതപി സംരക്ഷ്യമെന്ന്, എങ്ങനെയെങ്കിലും അത് സംരക്ഷിക്കണം, അത് പാലിക്കണമെന്ന് അന്തതഃ ഒടുവിൽ ഒട്ടേറെ
അദ്ദേഹം എന്തു ചെയ്തു? നിരൂപണം നടത്തി, അദ്ദേഹം പര്യാലോചന നടത്തി. ഒടുവിൽ ആ മാനീ നൃപ, അവിടെ അഭിമാനിയായ രാജാവ് തീരുമാനിക്കുകയാണ്. അപ്പോൾ ദേവസ്യ സാറ് വളരെ സൂക്ഷ്മമായിട്ട് കണ്ടിട്ടാണ് ഇവിടെ വാക്കുകൾ ചേർത്തിട്ടുള്ളത്. മാനി എന്ന് വിശേഷണം നൽകുന്നു രാജാവിന്. താൻ എന്തുകൊണ്ടാണ് ആ തീരുമാനത്തിൽ എത്തിയത് എന്ന് വെച്ചാൽ തൻ്റെ നടപടി അയശസ്കരമായി പോകാൻ പാടില്ല എന്ന് വെച്ചിട്ടാണ്. അല്ലാതെ തൻ്റെ പൂർണ്ണ ആഗ്രഹം, ഒരു പൂർണ്ണ സമ്മതി അതിനോട് തനിക്കില്ല എന്നുകൂടി ഉദ്ദേശിക്കുന്നുണ്ടാവണം. അന്തതഃ എന്ന വാക്കുകൊണ്ട് അദ്ദേഹം ഒരുപാട് പര്യാലോചനകൾ നടത്തി ഈ വിഷയത്തെ സംബന്ധിച്ച്. പെട്ടെന്നൊരു തീരുമാനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നില്ല എന്ന് കാണിക്കുവാനായിരിക്കണം അന്തതഃ എന്ന് പറഞ്ഞത്. എന്തായാലും അവസാനം അദ്ദേഹം തീരുമാനിക്കുകയാണ് തൻ്റെ പ്രതിജ്ഞ തനിക്ക് നിറവേറ്റിയേ മതിയാകൂ. കാരണം താൻ ഒളിവിൽ ചെയ്ത പ്രതിജ്ഞയല്ല, പൗരമുഖ്യാനാം സമക്ഷം, പൗരപ്രമുഖരുടെ മുന്നിൽ വെച്ച് നടത്തിയ പ്രതിജ്ഞ ആയതുകൊണ്ട്. അപ്പോൾ അവിടെ ദേവസ്യ സാർ തുടർന്ന് അയാളെ വിളിക്കുന്നൊരു വിളിയുണ്ട്, സ്ത്രീജിതൻ. സ്ത്രീയാൽ ജയിക്കപ്പെട്ടവൻ, ഭാര്യയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവൻ എന്നിടത്തോളം അർത്ഥമുണ്ട് ആ വാക്കിന്. അത് ഒരു മോശം വിശേഷണമാണ്. ഇനി നേരെ മറിച്ചാണെങ്കിലും, അതായത് ഒരു ഭർത്താവിന് ഭാര്യയുടെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ട, അതുപോലെ ഭാര്യയ്ക്കും ഭർത്താവിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ടതില്ല. ഇരുവരും ഒരുമിച്ച് നടത്തുന്ന ഒരു സംഗതിക്കാണ് നമ്മൾ ദാമ്പത്യം എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സ്ത്രീജിത്തനാണ്. സ്ത്രീജിത്തോ നൃപതിഹി എന്ന് ആരംഭിക്കുന്ന തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അവിടെ അദ്ദേഹം നേരിട്ട് അനന്തര നടപടിയിലേക്ക് കടക്കുകയാണ്. ആരാച്ചാരെ വിളിച്ചു വരുത്തിയിട്ട് ആദേശം നൽകുന്നു, സ്നാപകൻ്റെ ശിരസ് ഛേദിച്ച് ഒരു തളികയിൽ കൊണ്ടുവരൂ എന്ന് ആ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ഒരു സ്ത്രീജിത എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്കതും അതുല്യ ആലപിച്ചു തരും. സ്ത്രീജിതോ നൃപതിസ്തൂർണം ആഹൂയ വധകം സ്വയം ദിദേശ മുനിമൂർധാനം ആനേതും ഭാജനേ ദ്രുതം. ഇവിടെ ദിദേശ എന്നാണ് ക്രിയാപദമച്ച. നമ്മൾ ആദേശിക്കുക, നിർദ്ദേശിക്കുക എന്നും അർത്ഥമുണ്ട്, ആജ്ഞാപിക്കുക, കൽപ്പിക്കുക എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ ആജ്ഞാപിക്കുക, കൽപ്പിക്കുക എന്ന് തന്നെയാണല്ലോ അർത്ഥം വരിക. അപ്പോൾ ഇവിടെ ആദേശിച്ചു, നിർദ്ദേശിച്ചു എന്നല്ല, ആജ്ഞാപിച്ചു, കൽപ്പിച്ചു എന്ന്. ആര്? സഹ നൃപതിഹി, ആ രാജാവ്. ഞാൻ പറഞ്ഞല്ലോ, സ്ത്രീജിത്തനായ രാജാവ്. അവിടെ സ്ത്രീ എന്ന വാക്കിന് ഭാര്യ എന്നിടത്തോളം അർത്ഥം എടുക്കുമ്പോഴാണ് ഭാര്യയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന രാജാവ് എന്നർത്ഥം വരുന്നത്. അപ്പോൾ സ്ത്രീജിത എന്ന വാക്കിന് വാച്യാർത്ഥം സ്ത്രീയാൽ ജയിക്കപ്പെട്ടവൻ എന്നാണ്. പക്ഷെ വേറൊരു വാക്കുണ്ട്, ഇന്ദ്രിയജിത്തൻ എന്നൊരു വാക്കുണ്ട്. അവിടെ ഇന്ദ്രിയങ്ങളാൽ ജയിക്കപ്പെട്ടവൻ എന്നല്ല, ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ എന്നർത്ഥം, ഇന്ദ്രിയങ്ങളെ കീഴടക്കിയവൻ എന്നർത്ഥം. അപ്പോൾ അതുപോലെ സാന്ദർഭികമായിട്ട് വേണം നമുക്ക് അർത്ഥം പറയുവാൻ എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ ഇവിടെ സ്ത്രീജിത്തനായ ഭാര്യയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന രാജാവ് അവിടെ ആരാച്ചാരെ വിളിച്ചു വരുത്തുകയാണ്. ആരാച്ചാരെ കുറിക്കുന്ന വാക്ക് വധക എന്ന വാക്കാണ്. വധകൻ, വധം കരോതി ഇതി വധകഃ. അപ്പോൾ വധകം സ്വയം ആഹൂയ, ആരാച്ചാരെ സ്വയം വിളിച്ചു വരുത്തി. എങ്ങനെ? തൂർണം, വേഗത്തിൽ, ഇനി അമാന്തിക്കാൻ പാടില്ലെന്ന് വെച്ചിട്ട്. കാരണം ആ കുട്ടി അതാണല്ലോ ആവശ്യപ്പെട്ടത്, വേഗത്തിൽ എനിക്ക് എത്തിച്ചു തരൂ എന്നല്ലേ. അപ്പോൾ വേഗത്തിൽ ആരാച്ചാരെ സ്വയം ആഹൂയ, താനെ വിളിച്ചുകൊണ്ട് ദിദേശ കൽപ്പിച്ചുവത്രേ. മുനിമൂർധാനം ഭാജനെ ദ്രുതം ആനേതും ദിദേശ. മുനിയുടെ, സ്നാപകൻ്റെ, അവിടെ മുനി തന്നെയാണ് ദേവസ്യ സാർ പ്രയോഗിക്കുന്നത്. പേര് ഉപയോഗിക്കുന്നതൊക്കെ വളരെ വിരളമാണ്. മുനി യതി എന്നൊക്കെയാണ് അദ്ദേഹത്തെ കുറിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ മുനിയുടെ ശിരസ് ഒരു തളികയിൽ വെച്ചുകൊണ്ട് വേഗത്തിൽ കൊണ്ടുവരുവാനായിട്ട് ആജ്ഞാപിക്കുന്നു എന്ന് പറയുന്ന ശ്ലോകമാണ് നമ്മൾ കണ്ടത്. തുടർന്ന് ഈ ആരാച്ചാര് ആ കാരാകാരത്തിൽ ചെന്നിട്ട് കണ്ട ഒരു കാഴ്ചയെക്കുറിച്ച് പറയുന്ന ഒരു ശ്ലോകമാണ് അടുത്തത്. വധകോ ഭൂഗൃഹം ഗത്വ എന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. അത് നമുക്ക് അതുല്യ ആലപിച്ചു തരും. വധഗോ ഭൂഗൃഹം ഗത്വാ തത്രാ പശ്യദവസ്ഥിതം മന്ദഭാസാ പ്രദീപസ്യ പരീക്ഷീണതനും മുനിം. ഇപ്പോൾ നോക്കൂ, ഇവിടെ അപശ്യത് കണ്ടു എന്നാണ് ക്രിയാപദം. ഇവിടെ വധകഃ ആണ് കർത്താവ്. വധകൻ കണ്ടു. ആരെ കണ്ടു? മുനിം അപശ്യത് എന്ന. പ്രദീപസ്യ മന്ദഭാസ അപശ്യത്. ദീപത്തിൻ്റെ, വിളക്കിൻ്റെ മങ്ങിയ വട്ടത്തിലാണ് അയാളെ മുനിയെ കാണുന്നത്, സ്നാപകനെ കാണുന്നത്. തത്ര അവസ്ഥിതം പരീക്ഷീണ തനും എന്ന. പരീക്ഷീണ തനും എന്നാണ് ഇവിടെ വിശേഷണം മുനിക്ക്. ഈ ക്ഷീണിച്ച, തളർന്ന ശരീരത്തോടു കൂടിയ മുനിയെ എന്നാണ് അവിടെ വിശേഷണം. തത്ര അവസ്ഥിതം, അവിടെ നിൽക്കുന്ന, അവിടെ കിടക്കുന്ന
പരിക്ഷീണതനും തളർന്ന ശരീരത്തോടു കൂടിയ മുനിയെ വിളക്കിൻ്റെ മങ്ങിയ വട്ടത്തിൽ കണ്ടു എന്ന് പറയുന്ന ശ്ലോകമാണ് നമ്മൾ വായിച്ചത്. തുടർന്ന് ഒട്ടേറെ ശ്ലോകങ്ങളുണ്ട് ഈ അധ്യായത്തിൽ. ഒരു സംഗതി കൂടി എനിക്കെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് വെച്ചാൽ, അതായത് ഈ ശലോമിയുടെ നൃത്തത്തിൽ ആകൃഷ്ടനായിട്ടാണല്ലോ രാജാവ് അവൾക്ക് എന്തും നൽകാമെന്ന് വാഗ്ദാനം നടത്തുന്നത്. അവൾ ഒന്നും ആവശ്യപ്പെടുന്നില്ല. അവൾ തൻ്റെ അമ്മയോട് ചോദിച്ചിട്ടാണ്, അമ്മയ്ക്ക് എന്താവശ്യം അതാണ് അവിടെ വന്ന് തൻ്റെ ആവശ്യമായി അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആ രാജാവ് അത് കേട്ട് ഞെട്ടിപ്പോകുന്നത്. എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ, ഇത് തന്നെ ഒരു ഗൂഢപദ്ധതിയായിരിക്കുമോ? അതായത് അവളെ അവിടെ നൃത്തം കളിക്കാൻ വിട്ടത് മുതൽ എല്ലാം ആ അമ്മയുടെ, ഹേരോദിയയുടെ ഒരു പദ്ധതിയായിരിക്കുമോ? അവൾ അവിടെ നൃത്തം വയ്ക്കുന്നു, ആ നൃത്തത്തിൽ തൻ്റെ ഭർത്താവ് ആകൃഷ്ടനാകുമെന്ന് അമ്മ കണക്ക് കൂട്ടുന്നു. അപ്പോൾ അദ്ദേഹം എന്തും വാഗ്ദാനം നടത്തും എന്നും അമ്മ കണക്ക് കൂട്ടുന്നു. അപ്പോൾ തനിക്ക് സ്നാപകൻ്റെ വധത്തിലേക്ക് നയിക്കുന്ന ഒരാവശ്യം തനിക്ക് തൻ്റെ മകളിലൂടെ ഉന്നയിക്കാമല്ലോ എന്നും അവർ കണക്ക് കൂട്ടുന്നു. അത്രത്തോളം നമുക്ക് ചിന്തിക്കാൻ വകയുണ്ടോ ഇതിൽ? ബൈബിളിൽ അതിനെക്കുറിച്ച് സൂചനയൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ സാറ് ചിന്തിച്ച ഒരു ന്യായമായ ചോദ്യമാണ്. വേർവശത്തോടെ അന്ന് രാജകൊട്ടാരങ്ങളിൽ ഇതൊക്കെ സർവ്വസാധാരണമായ കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ നടക്കുന്ന ഒരു കാര്യം ഇതിനുവേണ്ടി ദുരുപയോഗിക്കാം എന്ന് ആ സ്ത്രീ ചിന്തിച്ചില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ന്യായമായിട്ടുള്ളൊരു ചോദ്യമാണ്, ചോദ്യമായിട്ട് അവശേഷിക്കട്ടെ. ഉത്തരം നമുക്ക് അറിയത്തില്ല. അല്ലെങ്കിൽ ശലോമി തൻ്റെ മാതാവുമായി സംസാരിച്ചിട്ടില്ല എങ്കിൽ അവിടെ ശലോമി ആവശ്യപ്പെടുക നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിറപ്പക്കിട്ടാർന്ന വസ്ത്രമോ വല്ല മിഠായിയോ മറ്റോ ആയിരിക്കുമല്ലോ. പക്ഷേ താൻ തൻ്റെ അമ്മയുടെ അടുക്കലേക്ക് ചെന്നത് എന്താവശ്യപ്പെടണമെന്ന് അമ്മയോട് ചോദിച്ചതൊക്കെ തന്നെ അമ്മ മുൻകൂട്ടി തന്നെ ഏൽപ്പിച്ചത് കൊണ്ടായിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ആയിക്കോട്ടെ, എന്തായാലും ഒട്ടേറെ വ്യാഖ്യാനങ്ങൾക്ക് സാധ്യതയുള്ള ഒരു അധ്യായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനിയും ഒട്ടേറെ ശ്ലോകങ്ങൾ ഈ അധ്യായത്തിലുണ്ട്. വരും എപ്പിസോഡുകളിൽ നമ്മളത് ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും. ഗുഡ്നെസ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പിലൂടെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 9074576022.